ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ 2024 ഒരുപാട് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. നമ്മുടെ മലയാളികളായ ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. അതിൻ്റെ നമുക്ക് ഒരു 2024 പുസ്തക പ്രകാശനത്തിൻ്റെ പുസ്തകങ്ങളുടെ ഒരു യാത്രയിലേക്കാണ് തുടങ്ങുന്നത്. ആ യാത്രയിൽ നിങ്ങൾക്കും ഒത്തുചേരാം. ഇന്നു മുതൽ നമ്മൾ ആ ഷോ തുടങ്ങുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാം. നമ്മുടെ ഈ യാത്രയുടെ കൂടെ സഞ്ചരിക്കാം. അപ്പോൾ എല്ലാ എഴുത്തുകാർക്കും എല്ലാ ഭാഷാസ്നേഹികൾക്കും നമസ്കാരം. ഈ ഷോയിലേക്ക് സ്വാഗതം. ബഷീർ തിക്കോടി സാറിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്നേഹവായ്പിന്റെയും കടലുകൾ അല്ലെങ്കിൽ വറ്റിത്തുടങ്ങുന്ന കാലത്ത് സാഹോദര്യത്തിന്റെയും മാനവികതയുടെയും കാടുകളൊക്കെ എരിഞ്ഞു തീരുന്ന കാലത്ത് ഒരൊറ്റ പൂമരമായി എല്ലാ മനുഷ്യരെയും ഒരു അമ്മ പെറ്റ മക്കളെ പോലെ നെഞ്ചിനോട് ചേർത്ത് വെക്കുന്ന ഒരു വലിയ വെളിച്ചത്തിന്റെ സാന്നിധ്യമാണ് ഈ സമയത്ത് ഇത്രയും ആളുകളെ ഈ ഒരു ചടങ്ങിൽ ഒന്നിച്ചു നിർത്തിയിരിക്കുന്നത്. അത് ഗീതേച്ചിയുടെ ഹൃദയവായ്പിന്റെയും ഹൃദയവിശാലതയുടെയും വലിപ്പമാണ്. ആ എഴുത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ അക്ഷരങ്ങൾ തെളിഞ്ഞു കത്തുന്ന ഈ ഒരു നിലവറയ്ക്ക് മുന്നിലൂടെ സ്നേഹം പൊഴിച്ച് ഒരു തെളിനീര് പോലെ ഒഴുകിപ്പരക്കുന്ന ഒരു പുഴ പോലെ ഗീതേച്ചി ഇങ്ങനെ നടക്കും. എവിടെയൊക്കെ വാക്കുകൾ പൂക്കുന്ന കാടുണ്ടോ അവിടങ്ങളിലൊക്കെ ചെന്നിരുന്ന് സ്നേഹത്തിനായി കൊതിക്കുന്ന ഒരു ഹൃദയം കൊണ്ട് മനുഷ്യരെയും ചേർത്ത് നിർത്തുന്ന അനിർവചനീയമായ അനുഭൂതിയുടെ തിരുവെളിച്ചം കത്തിച്ചു വെക്കുന്ന പ്രിയപ്പെട്ട ഗീതേച്ചിയുടെ ഈ പുസ്തകം നീണാൽ വാഴട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. എല്ലാ അർത്ഥത്തിലും കടലെടുത്തു പോകുന്ന വേരോടെ പിഴുതെറിയപ്പെടുന്ന നമ്മുടെയൊക്കെ സെക്യുലർ ബോധത്തിൻ്റെയൊക്കെ വലിയ ആകാശങ്ങളെയൊക്കെ ചുരുട്ടി മടക്കി അവനവിനിശത്തിന്റെ കാലത്തിലേക്ക് വരുമ്പോൾ അതിനെയൊക്കെ പുലർത്തിയിട്ട് മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും ഉദാത്തമായ മനുഷ്യ സ്നേഹത്തിന്റെയും വെളിച്ചത്തിലൂടെ നമ്മെ ചേർത്തി നടത്തുന്ന ഒരു വലിയ സാന്നിധ്യത്തിന്റെ പേരാണ് ഗീതാമോഹൻ എന്നത്. അത് അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. ആ വിരൽത്തുമ്പിൽ നിന്നല്ല ഈ അക്ഷരങ്ങൾ പിറക്കുന്നത്, മറിച്ച് അതിന്റെ വ്യാപ്തിയും ആകാശത്തിന്റെ വൃത്തിയുമുള്ള ആ ഹൃദയവായ്പിൽ നിന്നാണ് ഈ അക്ഷരങ്ങൾ പിറക്കുന്നത്. അതിന് ദീർഘായുസ് ഉണ്ടാവട്ടെ, ഏറെ വായിക്കപ്പെടട്ടെ. ഗീതേച്ചിയും സ്നേഹമായി പെയ്ത് നമ്മുടെയൊക്കെ അകത്തെ ഇരുട്ടുകളെ പുലർത്തി അവിടങ്ങളിൽ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വെളിച്ചമായി നിരന്തരമായി ജ്വലിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വർഷം മത്ത് എന്ന കഥാസമാഹാരം ഗീതയെ ചേർക്കി. ആ മത്ത് നമുക്ക് ചുറ്റുമുള്ള ജീവിതങ്ങളെ ആവിഷ്കരിക്കുകയായിരുന്നു. ആ ജീവിതങ്ങളെ ആവിഷ്കരിച്ചപ്പോൾ ഇന്ന് മലയാളത്തിനപ്പുറം തമിഴിലേക്ക് കൂടി ആ മത്ത് കടന്നു ചെല്ലുകയാണ്. അതിനുശേഷം ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് സ്വത്വം എന്ന ഈ നോവലിലൂടെ മഹാജീവിത ദർശനങ്ങളെയാണ് ഗീതേച്ചി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇതിൽ സുഭദ്ര എന്ന കഥാപാത്രം ചാമുണ്ഡി തെയ്യത്തിൻ്റെ നാട്ടിൽ നിന്ന് സിംഗപ്പൂർ എന്ന മഹാനഗരത്തിലേക്ക് എത്തിച്ചേരുകയും തിരിച്ച് തൻ്റെ വേരുകളിലേക്ക് വരുന്നത് വരെയുമുള്ള ഒരു ജീവിത യാത്രയാണ് ഈ നോവലിലൂടെ ഗീതേച്ചി നമ്മളോട് പറയുന്നത്. ഇതിനകത്ത് ഒരു പെണ്ണിൻ്റെ ബാല്യത്തിൻ്റെ ആഹ്ലാദമുണ്ട്, ജീവിതത്തിലെ പ്രണയമുണ്ട്, ഏകാന്തതയുണ്ട്, വിഷാദമുണ്ട്, ഏറ്റവും ഒടുക്കം ഭക്തിയുടെ ഉന്മാദവുമുണ്ട്. ഇതിനകത്ത് സ്നേഹം എന്നാൽ കരുതലാണ് എന്ന് ഗീതേച്ചി പറയുന്നുണ്ട്. നമ്മളെല്ലാവരും ആശ്രയിക്കുന്ന ഒന്നാണ് ദൈവം എന്നുള്ളത്. ഈ ദേവസ്ഥാനം എന്നുള്ളത് നമുക്ക് ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്കൊരു പടർന്നു കയറാൻ പറ്റുന്ന ഒരു ആശ്രയ മഹാവൃക്ഷമാണ്. ആ മഹാവൃക്ഷത്തെ ഇതിനകത്ത് വളരെ ഭംഗിയായിട്ട് തന്നെ ഗീതേച്ചി പറയുന്നുണ്ട്. ആ ദേവസ്ഥാനത്തിൻ്റെ സംരക്ഷിത വലയത്തിലാണ് ഓരോ മനുഷ്യരും ജീവിച്ചു പോകുന്നത് എന്ന സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ് ഈ നോവല് ഉള്ളതെന്നുള്ളതാണ്. ഭാഷയുടെ ഗാംഭീര്യമില്ലാതെ, ഭാഷയുടെ സങ്കീർണതകളില്ലാതെ നമുക്ക് വായിച്ചു പോകാൻ കഴിയുകയും ഒപ്പം നമ്മുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കുകയും നമ്മുടെ ചിന്തകളിലേക്ക് ജീവിത ദർശനങ്ങൾ കൊണ്ടിടുകയും ചെയ്യാൻ ഈ നോവലിന് കഴിയുന്നുണ്ട് എന്ന് എൻ്റെ വായനയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും സുഭദ്ര, രാമപ്രസാദ് പോലുള്ള കഥാപാത്രങ്ങൾ ഇതിനകത്തുണ്ട്. വളരെ മൗനമായിട്ട്
സ്നേഹമെന്നാൽ കരുതലാണ് എന്ന് പറയുന്ന നമ്മളോട് പറയുന്ന രാമപ്രസാദ് പോലുള്ള കഥാപാത്രങ്ങൾ ഉണ്ട് ഇതിനകത്ത്. കുരുമുളക് വ്യാപാരിയായ അച്ഛനിൽ നിന്ന് ഒരു മനുഷ്യനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി ഡോക്ടർ ആദിദേവിൽ വരെ എത്തി നിൽക്കുന്നു. ഇന്ത്യ, സിംഗപ്പൂർ, അങ്ങ് അമേരിക്കയിലേക്ക് വരെ പോകുന്ന, ഇങ്ങനെ ലോകത്തിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിത പാരമ്പര്യത്തെ കൂടി ഈ നോവലിനകത്ത് ആവിഷ്കരിക്കുന്നുണ്ട് എന്ന് കുറഞ്ഞ വാക്കിൽ മാത്രം പറഞ്ഞുകൊണ്ട് ഏറ്റവും മനോഹരമായ ഈ നോവൽ കൂടുതൽ പറയാതെ, കഥകളിലേക്ക് പറയാതെ നിങ്ങൾ ഓരോരുത്തരും വായിച്ച് മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഗീതേച്ചിക്ക് ഇനിയും ഒരുപാട് എഴുതാൻ കഴിയട്ടെ. ഈ ഭക്തിയുടെ ഉന്മാദാവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ധാരാളം കൃതികൾ മലയാളത്തിനും മറ്റു ഭാഷകൾക്കും സമ്മാനിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സ്വന്തം നോവൽ ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ ഗീതേച്ചിയെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഗീതേച്ചിയുടെ ജീവിത പുസ്തകത്തിന് നമ്മളൊക്കെ ഇടുന്ന പേര് സ്നേഹം എന്നാണ്, ചേർത്ത് പിടിക്കൽ എന്നാണ്. ഒരു കാര്യം കൂടി പറയാം. വി മധുസൂദനൻ നായരുടെ വാക്ക് എന്ന കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്, നക്ഷത്രം എന്നോട് ചോദിച്ചു, ഞാൻ തന്നൊരക്ഷരം എന്തേ രസിച്ചുവോ പൈതലേ, നാളത്തെ യജ്ഞത്തിന് എന്തു ഹവിസായി കൊടുത്തു നീ, നിൻ പ്രാണനാൽ എത്ര വിളക്കു കൊളുത്തി നീ. ഗീതച്ചേച്ചി കൊളുത്തിയ അക്ഷര വെളിച്ചത്തിൻ്റെയും പേര് സ്നേഹം എന്നു തന്നെയാണ്. അയ്യപ്പൻ്റെ ഒരു 4 വരി കവിത കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പിൻവാങ്ങാം. എനിക്കൊരു ഇലകളായി നമ്മൾ പുനർജനിക്കുമെങ്കിൽ ഒരേ വൃക്ഷത്തിൽ പിറക്കണം ഗീതേച്ചി. എനിക്കൊരു കാമിനി വേണ്ട, ആനന്ദവും കണ്ണീരുമുള്ള ഒരു പെങ്ങളില വേണം. ഗീതേച്ചിയെപ്പോലെ ഒരു പെങ്ങളില. നന്ദി, നമസ്കാരം. ഒരു മഴക്കാലം മുതൽ മറ്റൊരു മഴക്കാലം വരെ നാം മൂലയ്ക്ക് വെക്കുന്ന കുടകളുണ്ട്. അതുപോലെയാണ് പലപ്പോഴും ഈ അക്ഷരമേളയിൽ നിന്ന് കണ്ടെത്തുന്ന സൗഹൃദങ്ങളും. ഒരു പുസ്തകമേള കാലത്ത് നിന്ന് കണ്ടെത്തുന്ന സൗഹൃദങ്ങൾ പലപ്പോഴും വീണ്ടും നമ്മൾ വീണ്ടെടുക്കുക അല്ലെങ്കിൽ പുനരെടുക്കുന്നത് മറ്റൊരു പുസ്തകമേള കാലത്തിലായിരിക്കും. പക്ഷേ ബന്ധങ്ങളുടെ മഹാമേരുവിൻ്റെ കീഴിൽ നിൽക്കുമ്പോഴും സൗഹൃദ വലയത്തിന് നടുക്ക് നിൽക്കുമ്പോഴും എന്നെപ്പോലെ ഒരു കുഞ്ഞുകുടയെ എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഗീതേച്ചിയെ പോലെയുള്ള പ്രിയപ്പെട്ടവരിലാണ് ഞാൻ നല്ല സുഹൃത്തുക്കളെയും നല്ല സഹോദരിമാരെയും എപ്പോഴും കാണുന്നത്. ഗീതേച്ചിയുടെ 2ാമത്തെ പുസ്തകമായ സ്വത്വം സുഭദ്രയുടെ സൗഭദ്രമാവുകയാണ്. ഗീതേച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രം എന്നത് സൂര്യൻ എന്നാണ്. പക്ഷേ ഇരുട്ടത്ത് നാം മാനത്ത് നോക്കുമ്പോൾ നമുക്ക് ചില നക്ഷത്രങ്ങളെ കൂടുതൽ തെളിമയുള്ളതായി കാണാൻ കഴിയും. അതുപോലെ ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് നമുക്ക് ലഭിക്കാവുന്ന സൗഭാഗ്യങ്ങളാണ്. അത്തരത്തിൽ എനിക്ക് ലഭിച്ച ഒരു സൗഭാഗ്യമാണ് ഗീതേച്ചി. ഗീതേച്ചിയുടെ കഴിഞ്ഞ വർഷത്തെ മത്ത് ഞാൻ വായിച്ച് ഗീതേച്ചിയുടെ വിശദമായ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. സുഭദ്ര സൗഭദ്രമായതിനു ശേഷമേ വായിക്കാൻ തുടങ്ങുകയുള്ളൂ, വിശദമായ കുറിപ്പ് ഞാൻ പറയുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തിരുന്നു. ദൃഢനിശ്ചയവും സ്നേഹവും സന്തോഷവും പിന്തുണയും എന്നുമെന്നും എനിക്കും എന്നെപ്പോഴും നിങ്ങൾക്കെല്ലാവർക്കും ഗീതേച്ചിയുടെ പക്കൽ നിന്നും ലഭിക്കുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സത്യം പരക്കെ വായിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിനോദമായി പിൻവാങ്ങുന്നു. നന്ദി, നമസ്കാരം. ഒന്നും പറയാനില്ല, കൈകൂപ്പി ഒരു നന്ദി അറിയിക്കുകയാണ്. അല്ല, ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന ഈ ഹാള് ഗീതയോടുള്ള സ്നേഹം തന്നെയാണ്, മറ്റൊന്നുമല്ല. ഗീത അങ്ങോട്ട് കാണിക്കുന്ന ചെറിയ ചെറിയ സ്നേഹങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരും തരുന്ന ഈ വലിയ സ്നേഹത്തിന് മുന്നിൽ വലിയൊരു പ്രണാമം. ഒന്നും പറയാനില്ല, മത്തിൽ നിർത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇനി സ്വത്വത്തിൽ നിർത്തുമെന്ന് അറിയില്ല. ഇനി ജീവിതം മുന്നോട്ട് പോകട്ടെ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. മറ്റൊന്നും പറയാനില്ല. എൻ്റെ പ്രിയപ്പെട്ടവളാണ് ഗീത. അവൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഈ പ്രോത്സാഹനം അത് വളരെ വളരെ വലുതാണ്. ഒരുപാട് കാലം ഈ ഒരു സ്നേഹം നീണ്ടു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്കറിയാം, എന്നിലൂടെ കടന്നു പോകുന്ന പലരും ചെന്നെത്തുന്നത് ഗീതയിലാണ്, എന്നെ ഒഴിവാക്കിക്കൊണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഒരു സ്നേഹത്തിൻ്റെ ഒരു വൃക്ഷം അവൾ സൃഷ്ടിച്ചിരിക്കുന്നു. അതിൻ്റെ ചില്ലകളിൽ ഓരോരാളും കൂടുകൂട്ടാൻ ആഗ്രഹിക്കുന്നു. അതാണ് സത്യത്തിൽ ഗീതയെ നിങ്ങളുടെ പ്രിയപ്പെട്ടതാക്കുന്നത്, അല്ലെ ഗീതയ്ക്ക് നിങ്ങൾ പ്രിയപ്പെട്ടതാവുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി മാത്രം പറയുന്നു. ഈ പുസ്തകത്തിനും ഗീതയ്ക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. നന്ദി, നമസ്കാരം. ഒരു കാര്യം, അതായത് എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. എന്നാലും ഒരു 2 ആൾക്കാരെ ഇവിടെ വലതുകാലം വെച്ചാലേ ഇത് പൂർണ്ണമാവുള്ളൂ. അതായത് ഒന്ന് പ്രവീൺ പാലക്കൽ. പ്രവീൺ ജസ്റ്റ് ഒന്ന് കയറ്. ഷബി ഒന്ന് കയറ്.
ലിജീഷ് കുടുങ്ങി കിടക്കുകയെന്ന്, പ്രശാന്ത് അവിടെയുണ്ട്, എല്ലാം പ്രിയപ്പെട്ടവരാണ്, ഉണ്ണികൃഷ്ണൻ, എല്ലാവരും അതെ. എന്നാലും അല്ലെങ്കിൽ അതൊരു കുറവാണ്. എന്തെങ്കിലും പറ. രണ്ട് ദശാബ്ദമായിട്ട് ഗീതേച്ചിനെ അറിയാം. പയ്യന്നൂരുകാരിയാണ്, പക്ഷേ തൃശ്ശൂർ പോയാൽ തൃശ്ശൂരുകാരിയാണ്, എറണാകുളത്ത് പോയാൽ എറണാകുളത്തുകാരിയാണ്, ഷാർജയിൽ വന്നാൽ ഷാർജക്കാരിയാണ്. അതുകൊണ്ടാണ് ഗീതേച്ചി എവിടെയാണോ അവിടെ ഒരു സൗഹൃദ വലയം തീർക്കുന്നത്. പക്ഷേ എൻ്റെ നാട്ടുകാരി എന്ന് പറയുന്നതിൽ ആണ് എനിക്ക് അഭിമാനം. ഏറെ സ്നേഹം എന്നും തന്നിട്ടുണ്ട്. തിരിച്ച് കൊടുക്കാൻ അത്ര പറ്റുമോ എന്നറിയില്ല. മോഹനേട്ടനും ഗീതേച്ചിക്കും എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. ശരിക്കും ഈ കരുതലിനും ഈ സ്നേഹത്തിനും എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. മോഹനേട്ടനും ഗീതേച്ചിയും ആ കുടുംബവും ഇന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും ചേച്ചി. ചെറിയ സ്നേഹം നമ്മൾ അറിയിക്കുകയാണ്. നല്ലൊരു കൈയടി. ഇന്നു നമ്മുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും സ്നേഹം നല്ലൊരു കൈയടിയോടുകൂടി. ഒരുപാട് പച്ചക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ, എല്ലാവരും ഇങ്ങോട്ട് വരണം. ആൻഡ് ദൃശ്യ ടീച്ചർ പുസ്തകം വായിച്ച ആളാണ്. ആ പുസ്തകത്തെ കുറിച്ച് ഒരു വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. ഒപ്പം തന്നെ എല്ലാ പച്ചക്കാരെയും വിളിക്കുകയാണ്. നമുക്കൊരു നല്ലൊരു ഫോട്ടോ എടുത്ത് പിരിയാം അല്ലേ. പുസ്തകത്തെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. രണ്ട് മഹാവൃക്ഷങ്ങൾ എങ്ങനെയാണ് സ്നേഹത്തിന്റെ മണം വരുത്തുന്നതെന്ന് നാം ഇവിടെ കാണുകയാണ്. മഹാകവി കുട്ടമത്തിന്റെ കുടുംബക്കാരിയാണ് എന്നുള്ള വലിയൊരു അത്ഭുതമാണ്. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuma. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuma.